അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുതൽ നമ്മളിപ്പോൾ കാശ്മീരിലുള്ളത്. ഇനി മുതൽ നമ്മളിവിടെ കാറിലാണ് നമ്മളുടെ യാത്ര. കാശ്മീർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാറിലാണ്. ശരി, എന്നാ ഒരാള് റെയിൽവേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഇതാണ് ബിഹൈൻഡ് ദ സീന്. നമ്മൾ എന്തിനാ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ, കാർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമീർ ഭായ് ഡെറാഡൂൺ പോവുകയാണ്. അപ്പോൾ അമീർ ഭായിനെ കാറിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാർ എടുത്തതാണ്. മൂപ്പര് പോവാണ്. നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തത് മൂപ്പരാണ്. ഇന്നലെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ ഹിച്ചേക്ക് ചെയ്തപ്പോഴാണ് മൂപ്പരെ കണ്ടെത്തിയത്. ഹിച്ചേക്ക് ചെയ്തപ്പോഴാണ് മൂപ്പരെ കിട്ടിയത്. അന്ന് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയതാണ്. ഇപ്രാവശ്യം വീണ്ടും നമ്മൾ വീട്ടിൽ പോയി അവർക്കുള്ള ഗിഫ്റ്റൊക്കെ ഇട്ടാണ് പോയത്. അപ്പോൾ ഇതാ ആള് ഒരു എന്താ പറയുക, ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഡെറാഡൂൺ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആളവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊടുന്നാക്കാൻ വന്നതാണ്. നമ്മൾ ആളുടെ കാറെടുത്ത് ആളുടെ വീട്ടിൽ പോകും. അപ്പോൾ ആൾക്ക് ഇവിടെ ടാക്സിൻ്റെ ഒരു ഇതാണ്, ടൂറിസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അപ്പോൾ ആളുടെ നമ്പറൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. എന്താണ്, അമീർ ഭായ് ആണ് പേരും, നമ്പറൊക്കെ താഴെ കൊടുക്കാം. Good morning everyone, this is Amir. I'm from Kashmir. We organize tour and travels from Kashmir. We give very good services. We organize hotels, we organize tours, we provide transportations all over Jammu and Kashmir for yatris, for tours, for couples, for as many as people is there. We have like travelers, we have sedans, we have Innova, Ertigas, each and every single car. If somebody wants to come Kashmir, we'll give our best and very good properties and very low prices and very good facilities as well. And we promise nobody is not going without happiness. Everybody will cry at the end. They will say like, we're leaving, we don't want to leave, because we give that kind of facilities. Because our job, we do our job as hobbies, not as job. So I request everyone, if somebody wants to come Kashmir, please contact us. My number is 7780961099. Once again, 7780961099. If somebody wants to contact me, please they can contact me and we can organize each and every single thing. Thank you so much. അപ്പോൾ ആൾ പോവാണ്. ഇനി നമ്മൾ പോകുമ്പോൾ ആൾ വരില്ല. 1 വീക്കിനാണ് ആൾ പോണത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ കാശ്മീരിൽ കുറച്ച് കാറ് കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ ബൈക്കൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഇന്നൊക്കെ 5ാമത്തെ ദിവസമാണ്. നമ്മൾ ഈ 5 ദിവസം ഈ വീട്ടിൽ തന്നെ. അവിടെ നിന്ന് പോകാൻ തോന്നായി മാത്രമല്ല കേട്ടോ, നമ്മളെ വിടണില്ലേ ഗൈസ്. ഇന്നലെ ഇപ്പോൾ നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴും ഓര് പറഞ്ഞ എന്താ അറിയോ, ഇന്ന് പോണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, നാളെ മറ്റന്നാളിന് പോവാം, അങ്ങനെയൊക്കെയാണ് ഓര് പറയുന്നത്. നമ്മളെ വിടണില്ല. ഇന്ന് പോകണ്ട, നാളെ പോവാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ നാളെ പോവുകയാണ്, ഞങ്ങൾ ലഡാക്ക് കയറുകയാണ് പറഞ്ഞപ്പോൾ ഉമ്മ പറ്റില്ല അങ്ങനെ പറയാണ്. നമ്മൾ എന്ത് ചെയ്യാനാണ്? സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു വേറൊരു നമ്മൾ അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യണതും, നമ്മളും അവരോട് അങ്ങനെയാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അലീസക്കൊക്കെ ഭയങ്കര വിഷമാവൂലേ, കാരണം നമ്മളെ കൂടെ ഡെയിലി മിക്കവാറും കേരളത്തിൽ വരും. അല്ല, വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആളുടെ ഈ അമീർ ഭായിയുടെ ഒരാഴ്ചക്കത്തെ ഡെറാഡൂൺ ട്രിപ്പ് കഴിഞ്ഞാല് അലീസിയും അമീർ ഭായും നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ തന്ന തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇവരാണെങ്കിൽ അങ്ങനെ വരുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവരെ വിളിച്ച് നിങ്ങൾ വായോ അവര് പറയും വരാ. പക്ഷെ ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞത് അടുത്ത കൊല്ലത്തേക്കുള്ളത് ഈ കൊല്ലം പ്ലാൻ ചെയ്യണം, എന്നിട്ട് അങ്ങനെ ഫുൾ പ്ലാനിങ്ങിലാണ് ഇവർ വരുള്ളൂ. അല്ലാതെ നമ്മളാ ഒറ്റ മൈൻഡ് ട്രിപ്പ് ഇവർക്ക് നടക്കൂല പറഞ്ഞ്. എന്തായാലും ഒരു വരാ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മളടുത്തുണ്ട്. നമ്മൾ അന്ന് നടന്ന സ്ഥലമാണിത്. ഏതാ ഭംഗിയിലേ, നോക്കൂ ഗൈസ്, എന്തൊരു രസമുണ്ട് ഇത് കാണാന്. നമ്മളന്ന് ഈ പാടത്ത് കൂടെ ആയിരുന്നു നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലെത്തി. നമ്മളെ വീട് ഇതാണ് നമ്മളുടെ വീട്. നമ്മൾ ഇവിടെ സൈഡിൽ കൂടെ പാർക്ക് ചെയ്യും. ടോമി, അതാ നമ്മുടെ ടോമിയാണത്. അല്ലാ, ടോമി അമീർ ഭായി ആണ് വിചാരിച്ചിട്ട് വരുന്ന.
ടോമി പറ്റിച്ചേ, ടോമിനെ പറ്റിച്ചേ. നമ്മളെ വണ്ടി ഇതാ അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ പാർക്ക് ചെയ്തിടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി നൈസായിട്ടൊന്ന് മോഷണം പോവേണ്ടതാണ്. സത്യത്തിൽ ടോമി ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്താക്കുമെന്ന് അറിയില്ലായിരുന്നു. ടോമി കള്ളന്മാർ വന്ന സമയത്ത് കുറച്ച് ആകെ സീനാക്കി നമ്മളെ വീട്ടുകാരൊക്കെ ഉണർന്നതുകൊണ്ട് മാത്രം നമുക്ക് നമ്മളെ വണ്ടി കിട്ടി. അപ്പം തന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെ വണ്ടിനെ ലോക്കാക്കിയിട്ട് സേഫായിട്ട് ബാക്കിൽ വണ്ടിയൊക്കെ ഇട്ട് സൈഡിൽ കല്ലൊക്കെ ഉള്ള സ്ഥലത്ത് കിട്ടതുകൊണ്ട് മാത്രമാണ് നമ്മളെ വണ്ടി ഇതാ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഇതാ ആള് എപ്പോഴും ഇവിടെ വണ്ടീൻ്റെ അടുത്ത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളിന്ന് ഓട്ടോയിൽ സാധനം വാങ്ങാൻ പോവാണ്. ഇവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോകും. വായ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടുത്തെ ഓട്ടോ കാണിച്ചു തരാം. വായ. ഇതാണ് ഇവിടുത്തെ ഓട്ടോ. രണ്ട് സൈഡിലും, ഒരു സൈഡ് ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഒരു സൈഡിൽ ഇതാ ഇതുപോലൊരു ഡോറുണ്ട്. ഇതിൻ്റെ ഷേപ്പിനെ നോക്കി വേറെ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ അല്ലല്ലേ. നമ്മളെ നാട്ടിലത്തെ ഓട്ടോനെക്കാട്ടി ഉള്ളിൽ കുറച്ചും കൂടി ഇടുങ്ങിയതാ തോന്നുന്നു അല്ല. ഇനി അത് ഈ രണ്ട് സൈഡിൽ ക്ലോസ് ആക്കിയിട്ട് തോന്നുകയാണോ? നമ്മളപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനം വാങ്ങാൻ പോയതാണ് ഉമ്മാൻ്റെ കൂടെ. നമ്മൾ മൂന്നാളും കൂടെ. വാസ്വാൻ. ഓ കാശ്മീരി ഡിഷ്. ഇത് കാശ്മീരി സ്പെഷ്യൽ ഡിഷാണ്. ഓക്കെ. അപ്പോൾ നമ്മളായി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ 2 തൈരും പാക്കും വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ വിരുന്നേരുണ്ട്. ഇവർ എന്താ ഒരു പേര് പറയും, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങളോടത്തെ വിരുന്നേരല്ലേ? അല്ല, നമ്മളിവിടുത്തെ വീട്ടുകാരാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കാശ്മീരി സ്പെഷ്യലാണ്. ഇത് മീറ്റ് ബോൾ വെച്ചിട്ടുള്ള കറിയാണ്. ഇത് കണ്ട മീറ്റ് ബോൾ അതാണ്. പിന്നെ ബാക്കി പിന്നെ നമ്മളവിടെ ഉള്ള പോലെ തന്നെ ഇവരൊക്കെയാണ് വിരുന്നുകാർ. ഉപ്പാൻ്റെ പെങ്ങടെ മോനും വൈഫും പെങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര സെഡായിട്ടുള്ളൊരു വീഡിയോ ആണ്. മുഖത്തുള്ള സന്തോഷം നോക്കേണ്ട, ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു 5-6 ദിവസമായി നമ്മളിവിടെ വീട്ടിൽ നിൽക്കണം. ഈ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാശ്മീർ ശ്രീനഗറിലുള്ള നമ്മളെ സ്വന്തം ഫാമിലീൻ്റെ വീടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ അന്ന് പോയിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാം. ഇവരെത്രയായിട്ടും അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. എന്തായാലും ഇറങ്ങാം. ഞങ്ങൾക്ക് ഇറങ്ങിയാലേ പറ്റുള്ളൂ. ഇവിടെ നിന്നാൽ പോരല്ലോ. നമുക്ക് ഇനി ലഡാക്കൊക്കെ കയറണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ എടുക്ക വരാമെന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കരയരുത്. ആദ്യം തന്നെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, കരയരുത്, കരയില്ലായിരിക്കും. കരഞ്ഞ് നമുക്ക് ഭയങ്കര സങ്കടമാണ്. പോകുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഫീല് വരും. അപ്പം ഇതാണ് ഇവരുടെ ബാൽക്കണി. വായ ഉമ്മ. ഹായ് പോലോ. ഹായ്. ഇതാണ് എന്താ പറയുക, ഇതാണ് നമ്മളെ അമീർ ഭായിൻ്റെ റൂം. ഇവരിവിടെ മജ്ലിസ് ടൈപ്പാണ്. മജ്ലിസ് പോലെയാണ്. കിടക്കാൻ നേരത്ത് മാത്രം ഇവരുടെ നമ്മളെ സാധാ ക്ലോസറി പോലത്തെ നല്ല കട്ടിലൊരു സാധനമുണ്ട്, അത് വിരിക്കും. ഇനി അടുത്ത റൂം കാണിച്ചുതരാം. ഇതാണ് തൻവീർ ഭായിയുടെ റൂം. ഞാൻ പറഞ്ഞില്ലേ മജ്ലിസ് പോലെ. ഈ റൂമിൽ മാത്രമേ ഇവിടെ കട്ടിലുള്ളൂ. പിന്നെ മുകളിലെ റൂമിലും കട്ടിലുണ്ട്. മുകളിലൊന്നും പണി ഫുള്ളായിട്ടില്ല. ഇവരിപ്പോൾ ഇവിടെ താഴേന് നിൽക്കണേ, മുകളിൽ താമസമില്ല. പിന്നെ ബാത്റൂം അവിടെ ഉണ്ട്. ഇത് മുകൾക്കുള്ള സ്റ്റെയർ. ഇതാണ് കിച്ചണ്. കിച്ചണിൽ ഇതാണ് മുനാസ, മെഹനൂർ. ഇതാണ് കിച്ചൺ, വർക്കിംഗ് ഏരിയ. ഇതാണ് ഇവിടെ വർക്കിംഗ് ഏരിയ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും വലിയ ഇതൊന്നുമല്ല, ചെറിയ കുഞ്ഞിത്. പക്ഷെ എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കും. നല്ലൊരു വൃത്തിക്കാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഇതാണ് മുസ്കാൻ. മുസ്കാൻ ഹായ് ബോലോ. മീ ഓൾസോ. അവർ നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്.
അപ്പോൾ ഓര് നമ്മളോട് പറയാണ് മിസ് ചെയ്യുമെന്ന് പറയാണ്. ശരിയാ, നമ്മളും മിസ് ചെയ്യും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. കാരണം നമ്മളിപ്പോൾ 4, 5, 6 ദിവസമായി ഇവിടെ നിൽക്കണേ. അതെ, അന്ന് വന്നപ്പോൾ നമ്മൾ 1 മാസത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഇവർ വിടൂല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അത്രയും സ്നേഹമാണ് ഇവർക്ക്. അതാണ് തൻവീർ ഭായിയുടെ വൈഫ്. അപ്പൊ ഇനി നമുക്ക് ഇറങ്ങാനുള്ള ഇത് നോക്കാം. നമുക്കല്ല ഞാൻ ലേറ്റ് ആവും. ബൈ ബൈ. വാപ്പ വരുന്നുണ്ട്. അതാ വാപ്പ പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. വാപ്പ പണ്ടത്തെ ഹെൽത്തി മസിൽ മാനാണ്. പണ്ട് ഭയങ്കര മസിലൊക്കെ ആയിട്ട് ഒരു കല്ലുകളൊക്കെ ഒറ്റക്ക് പൊന്തിക്കും പറഞ്ഞ്. അല്ല മറ്റേ എന്താ പറയാ, കരിങ്കല്ലുകളൊക്കെ വലിയ വലിയ കട്ടിയുള്ള കല്ലുകളൊക്കെ ഒറ്റക്ക് പൊന്തിക്കും പറഞ്ഞു. അങ്ങനെ എടുത്ത് വെക്കലായിരുന്നു വാപ്പാന്റെ പണിന്ന് പറഞ്ഞു. പോകുമ്പോക്കുള്ള വെള്ളം. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയില്ലേ? അപ്പൊ നമ്മള് ഇറങ്ങാൻ പോവാണ്. ഒക്കെ കഴിഞ്ഞ് ഇവിടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇറങ്ങാണ്. വണ്ടി ഇതാ നേരത്തെ സെറ്റാക്കി വെച്ചിക്കണ്. പോവാണ്. അപ്പൊ നമുക്ക് യാത്ര ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. ബൈ. Don't cry. We will come back. Inshallah. Inshallah. Bye. നമ്മളങ്ങനെ പോവാണ്. നമ്മൾ ഇന്നലെ വന്ന വണ്ടി വാൾനട്ട് തോന്നാണ്. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. എന്താന്നല്ലേ, ഇതാ ആപ്പിൾ മരം. നമ്മൾ കുറേ കണ്ട് മടുത്തിക്കണം ഇവിടെ. കാരണം നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തും ഉണ്ട്. പിന്നെ ഇപ്പോൾ റോഡിൽ കൂടി പോകുമ്പോൾ കുറേ കാണുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഭയങ്കര എന്താ പറയുക, ഗ്രീൻ ആപ്പിൾസ് ആണ്. പക്ഷെ ആയിട്ടില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ചവർപ്പും കാര്യങ്ങളൊന്നും ഇല്ലേനു. മധുരമില്ല, ചെറിയൊരു പുളിപ്പുണ്ട്, തോലിന് ഭയങ്കര കട്ടിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ തിന്ന് നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് നമുക്ക് അലീസ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. എടുത്തോ എത്ര വേണേലും എടുത്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിന്ന് മടുത്തും ചെയ്തിക്കണേ, കണ്ട് മടുത്തും ചെയ്തിക്കണേ. അതാണ് അവസ്ഥ. പക്ഷെ ഇങ്ങക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. क्या है? हाँ? ഇവരിവിടെ ജ്യൂസ് എന്താ തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നബിദിനൊക്കെ പോലെ ഇവിടെ കാശ്മീരിൽ ഇപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട്. മുഹറം മാസത്തിലാണ് ഉണ്ടാവാറ്. യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവർ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, കുട്ടികളും പുരുഷന്മാരൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ബോഡിയിലൊക്കെ അടിക്കണ റാലി പോവുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. അതിൻ്റെ ഭാഗമായിക്കാണ്ടാണ് നമുക്ക് വെള്ളം തരുന്നത്. ഇവിടെ ഓരോ സ്ഥലത്തും ഉണ്ട് ഓരോരോ ആൾക്കാർ നിന്ന് വെള്ളം തരിക.
ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിലാകെ 1-2 സ്ഥലത്തുള്ള ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂഞ്ചി പോവാണ്. പൂഞ്ചി എല്ലാവർക്കും അറിയുണ്ടാവും, പാകിസ്ഥാൻ അറ്റാക്ക് നടന്ന ആ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോവാണ്. അവിടെ എന്തിനാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടല്ല ഓൻ്റെ ഫ്രണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓനോട് ആർമിയാണ്, ഓൻ ആർമി ക്യാമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലാണോ നിൽക്കുന്നത്. മേ ബി നമ്മൾ അവിടെ നിന്ന് സ്റ്റേ അടിക്കാൻ പറ്റുകയാണെങ്കിൽ സ്റ്റേ അടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അവനെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് സ്റ്റേ അടിക്കണം. ഓ സ്റ്റേ അടിക്കാന്ന് പറഞ്ഞ് സെറ്റാക്കിക്കണേ. നമുക്ക് പോയൊക്കെ എന്തായാലും എങ്ങനെയാണെന്നുള്ളത്. നമ്മളിതാ കുറേ നേരമായിട്ട് ഇങ്ങനത്തെ വൈബുള്ള റോഡിൽ കൂടെയാണ് പോണത്. നല്ല അടിപൊളി സീനല്ലേ നോക്ക്, ആ സ്കൈയോ ആ മൗണ്ടെയ്ൻസും ഒക്കെ ഒരു അടിപൊളി. അപ്പം നമ്മൾ ഇപ്പം എന്തായാലും നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് ആപ്പിൾ കഴിക്കുക, എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമല്ലോ, നമ്മുടെ കുറച്ച് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഈ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക, കുറച്ച് ഭംഗി ആസ്വദിക്കാന്ന്. ആ ഭംഗി നോക്കി ആസ്വദിക്കാതെ പോവാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ല. അവിടെ താഴെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കാണുന്ന പോലെയാണ് അവിടെ മനുഷ്യന്മാരെ കാണുന്നത്. നമ്മളിവിടെ വെള്ളം കുടിക്കാനും കുറച്ച് ആപ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്ക ടൈമിൽ നമ്മളെ അടുത്ത് വന്ന് പരിചയപ്പെട്ട് ആൾക്കാരാണ് ഇവർ രണ്ടാളും. നാം ക്യാ ഹൈ? മാജിദ് ഹുസൈൻ. ഗൗഹർ അഹമ്മദ്. ഈ ഒരു ഫ്രെയിം നോക്കിയേതല്ലേ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇത്ര വരെ എത്തില്ലേ. മിഷൻ ഏകദേശം സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കണ്. ഇത്രത്തോളം എത്തുന്ന തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, ലഡാക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അതിശയം. ഇമ്മ കേരളത്തിൽ നിന്നോ, എത്രയായി പെട്രോളിന് എങ്ങനെ റേറ്റ്, ഇതൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് ഇവരെന്നെ തമ്മിൽ പറയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമ്മളെ കണ്ടതും നമ്മളോട് സംസാരിച്ചതും നമ്മൾ വീഡിയോ എടുക്കണമൊക്കെ കണ്ടിട്ട് ഭയങ്കര അവർക്കെന്നെ ഒരു അത്ഭുതം പോലെ. ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് തോന്നുന്നത്. നമ്മൾ പോണ വഴിക്ക് കണ്ടൊരു സ്പോട്ടാണെങ്കിലും ഇവിടെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട് ഇവിടെ വന്നിട്ട്. നല്ല ഭംഗിയില്ലേ അത് കാണാൻ. ആ സൂര്യൻ ഇങ്ങനെ മൗണ്ടെയ്ൻസിൻ്റെ താഴേന്ന് ഇങ്ങനെ പൊന്തി വരുന്നു. വെയിലായി വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു നൈസ് തണുപ്പിലിങ്ങനെ. നല്ല തണുപ്പായി തുടങ്ങിയിരിക്കണ്, കോടൊക്കെ ഇറങ്ങി നല്ല തണുപ്പായി വരുന്നുണ്ട്. മഴ മാത്രം ഇല്ലാണ്ടിരുന്നാൽ മതി. വെയിലും തണുപ്പും ഒക്കെ സഹിക്കുക, കാറ്റും സഹിക്കുക. പക്ഷെ തണുപ്പും കാറ്റും മഴയും ഒക്കെ കൂടെ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് മഴ മാത്രം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് തോന്നുന്നു, കാരണം കുറേ പേരുണ്ട് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ടെൻ്റ് അടിക്കുക. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവർ ട്രിപ്പ് പോണതിനെക്കാട്ടി കൂടുതൽ ക്യാമ്പിംഗ് ആയിട്ട് അങ്ങനെ പോവുകയാണ് കൂടുതലും. അപ്പോൾ അതേപോലെ ഇവിടെ കുറേ പേര് വന്ന് ക്യാമ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. നമുക്ക് ഇനിയും പൂഞ്ചിക്ക് 3 മണിക്കൂർ ഉണ്ടായതുകൊണ്ട് നമുക്കിവിടെ ക്യാമ്പ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് പിന്നെ നാളെ എണീറ്റ് പോക്കൊക്കെ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ട വെച്ചു. നമ്മൾ ഇനി നേരെ പൂഞ്ചിക്ക് വിടാൻ വിചാരിച്ചു, അവിടെ ക്യാമ്പ് ചെയ്യാം. നിങ്ങളെ ഈ ഒരു ഫ്രെയിം കണ്ട ഏതാ ഭംഗിയില്ലേ? केरला से। बट आप लद्दाख एक्सप्लोर कर चुके हैं? नहीं अभी नहीं किया है? नहीं। अच्छा अब जस्ट स्टार्ट किया है। हाँ। ओके एक्चुअली आई वाज कमिंग फ्रॉम लद्दाख ना। ओके। हाँ मैं यहाँ से निकला था, लेक को एक्सप्लोर करके वापस तक ले जा रहा था।
दैट्स व्हाई मैंने आपको देखा ना पीछे तो मैं वही पूछना चाहता था कि कैसा है एक्सपीरियंस। तो आप इसको पहले एक्सप्लोर करो, इस एक्सपीरियंस को देखो और फिर ले को भी देखना, डेफिनेटली यू विल मिस मी। व्हिच इज ब्यूटीफुल देयर और जो बहुत प्लेसेस आर ब्यूटीफुल, आई थिंक दिस इज मच ब्यूटीफुल। दिस मच ब्यूटीफुल, ग्रीनरी है, ग्रीनरी, फ्री ऑक्सीजन इन ले, हाई एल्टीट्यूड, दैट्स व्हाई ऑक्सीजन डेफिशिएंसी नोज ब्लीडिंग इज कॉमन, nausea, other lot of things, but exploring है something new in life. Okay. Okay, Bye. Sorry for disturbing you. ഹായ്. അപ്പോൾ ആള് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഡാക്കിനെക്കായും ഭംഗി ഇവിടെയാണെന്ന്. ആള് ലഡാക്ക് പോയി വരികയാണ്, അപ്പോൾ ലഡാക്കിനെക്കായും ഭംഗി ഇവിടെയാണെന്നാണ്. അപ്പോൾ ലഡാക്ക് ഭംഗിയില്ലേ, ചൂടാവോ ഒരു ഡൗട്ടുണ്ട്. പിന്നെ കോളൊക്കെ എക്സ്ട്രീമായി വരുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, എങ്ങനെയൊക്കെയോ ഇങ്ങനെ പോണു. നമ്മളിപ്പോൾ ഉള്ളത് പൂഞ്ച് പോണ റൂട്ടില് എവിടെയോ ആണ്. നമ്മൾ പറയില്ലേ സ്ഥലം എവിടെയെന്ന് അറിയാണ്ടൊരു യാത്ര പോണെന്ന്, അതേപോലത്തെ ഒരു യാത്രയാണ് ഇത്. എവിടെയാണ് എങ്ങനെയാണെന്നും അറിയില്ല. നമ്മളിവിടെ ശ്രീനഗറിന് പൂഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ച് ഞാൻ നിന്നു. അപ്പം നമ്മുടെ എല്ലാവരും ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടാണ് തോന്നുന്നത്, നമ്മൾ ഊട്ടിയൊക്കെ പോണ പോലെ. അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആയോ Simple green tea. Green tea, oh. Chinese green tea. So nice. In our local language, we call it noon chai. Noon chai. Noon chai. Noon chai. നൂൺ ചായ. It's made up of salt. We put salt in it. നമ്മളപ്പോൾ ഇവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് ഇവിടെ ആകെ സീന റോട്ടിൽ കൂടി ഇപ്പോൾ നമ്മൾ പോണത് കോടൊക്കെ മൂടിയത് കാരണം മുന്നിക്കാണെങ്കിൽ മര്യാദക്കൊന്നും സത്യം പറഞ്ഞാൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ കൂടെ കുറച്ചുകൂടെ ഒന്നും കൂടി കാണുന്നുണ്ട്, പക്ഷെ ഇത്ര പോലും നമ്മൾ നേരിട്ട് കാണുന്നില്ല. കുറച്ച് സീനാണ്. പിന്നെയും ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പോണു. അതിൻ്റെ കൂടെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. കാറ്റും തണുപ്പും കോടയും ഒക്കെ കൂടി നിറഞ്ഞിട്ട് കുറച്ച് സീനാണ് എന്തായാലും. കാര്യം അറിയോ, ഇവിടെ ഒരാള് ആപ്പിൾ കഴിക്കണം. നമ്മളിപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായി ഇതേ റൂട്ടിൽ കൂടെ. ചില റോഡ് പറയുമ്പോൾ നല്ല മോശമാണ്, പിന്നെ ഈ സെയിം വെതർ, അതിൻ്റെ കൂടെ കുറച്ച് മഴയും, അങ്ങനെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇങ്ങനെയാണ് വെതർ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്യാമറ ഓഫാക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കൽ കുറച്ച് ടാസ്ക്കാണ്, കൈയൊക്കെ നല്ല മരവിച്ചിരിക്കുകയാണ്, നല്ല റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമറ ഓഫാക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം പൂഞ്ച് പോലത്തെ ഒരു ഏരിയയിൽ എത്തിക്കുകയാണ്. പൂഞ്ച് എത്തിയിട്ടില്ല, അതിൻ്റെ ഇടക്കുള്ള ഏതൊരു ടൗണിൽ എത്തിക്കുകയാണ്. എന്നാലും ആപ്പിൾ തിന്നുന്ന രീതി നോക്ക്, അത് അയക്കാൻ വയ്യ, അജാതി മടിയാണ്. സമയം ഇപ്പം ഇരുട്ടി തുടങ്ങിയിരിക്കണ്. കോടക്ക് ചെറിയൊരു കുറവുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ വെതർ പറഞ്ഞാൽ ശ്രീനഗറത്തെ വെതർ പോലെയല്ല. ശ്രീനഗറിൽ നിന്നൊരു 150 കിലോമീറ്റർ അപ്പുറത്താണിത്. ശ്രീനഗറിൽ നല്ല വെയിലാണിപ്പോൾ, പക്ഷെ ഇവിടെ നല്ല തണുപ്പുമാണ്. രണ്ട് വെതറാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പൂഞ്ചെത്താനായിട്ടുണ്ട്. നാളത്തെ വീഡിയോ ഇപ്പോൾ ആരും മിസ്സാക്കണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ വീഡിയോയിൽ പാകിസ്ഥാൻ്റെ അറ്റാക്കിൽ ആ ടൈമിലുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം നമ്മളെ ഫ്രണ്ട് അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ള ആളാണ്, അപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ.